City Gold, Gold and Diamonds, Kerala and Karnataka. ഐറ്റം ഇടതുപക്ഷത്തിന്റെ സമയത്തും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി നടന്നിട്ടുണ്ട്. അശ്വാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്നിട്ടുണ്ട്. പല സമയത്തും നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ നുണ സതീശൻസ് നുണ ഓഫ് ദ വീക്ക് ആണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ശ്രീ വി ഡി സതീശനോടൊരു ചോദ്യം. അത് ഏതൊക്കെ കലാപമാണ് സാറേ? 1971 തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇനി ചാലയിലെ വർഗീയ ലഹളയാണോ? ആ സമയത്ത് ഭരിക്കുന്നതും കോൺഗ്രസ് ആണ്. 92 പൂന്തുറ വർഗീയ ലഹള, ആ സമയത്ത് ഭരിക്കുന്നതും കോൺഗ്രസ് ആണ്. 2003 മാറാട് കലാപ സമയത്തും അവസാനം നടന്ന നാദാപുരത്തെ വർഗീയ ലഹള സമയത്തും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണ് ഈ നുണ ഓഫ് ദ വീക്ക് ആണെന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ റിസർച്ച് വിദ്യാർത്ഥികൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഐറ്റം ആണെന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാം. കേരളത്തിൽ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി നടന്നിട്ടുണ്ട്. അശ്വാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്നിട്ടുണ്ട്. പല സമയത്തും നടന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? വി ഡി സതീശൻ ഈ നുണ പ്ലാൻ ചെയ്തതിന്റെ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? BS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് കേരളത്തിൽ വർഗീയ കലാപം നടന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായ സമയത്തും കേരളത്തിൽ വർഗീയ കലാപം നടന്നിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് തന്നെ നുണയാണ്. പറയുന്ന സംഭവം തന്നെ നുണയാണ്. ആ നുണയെ കുറച്ചുകൂടെ വലുതാക്കി കാണിക്കാനും അതിന്റെ ഓതന്റിസിറ്റി കൂട്ടാനും ഒന്നിലധികം വർഗീയ കലാപങ്ങൾ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് നടന്നിട്ടുണ്ട് എന്ന് കാണിക്കാനും വേണ്ടിയാണ് ഈ രീതി. BS അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും രണ്ടുപേരും മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് ഒരു കാലഘട്ടത്തിലാണ്, വ്യത്യസ്ത കാലഘട്ടങ്ങളിലല്ല. അപ്പോൾ ഒരു നുണ അങ്ങനെ ടക്കെന്ന് പ്ലാൻ ചെയ്യാണ്, ഈ രീതിയിൽ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. UDF ഭരണകാലഘട്ടം പോലെ LDF ഭരിച്ച സമയത്തും കേരളത്തിൽ വർഗീയ കലാപങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം വ്യത്യസ്ത സമയങ്ങളിലാണെന്ന് കാണിക്കാനാണ് ഈ വ്യത്യസ്തമായിട്ട് പുള്ളി ഇത് അവതരിപ്പിച്ചത്. അതൊരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു നുണപറയൽ രീതിയാണ്. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600.